ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇപ്പം നമ്മുടെ നാട്ടിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ UK നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് നാട്ടിൽ വർക്ക് ചെയ്തതും അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്തതും തമ്മിൽ ഉള്ളപ്പം എനിക്ക് തോന്നിയ കുറച്ച് വ്യത്യാസങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് മെയിനായിട്ടുള്ള കുറച്ചുള്ള ഡിഫറൻസുകളാണ് കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നാട്ടിൽ ഞാൻ ഒരുപാട് നാളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഒന്ന് നമ്മളവിടെ പഠിച്ച്, ഞാൻ കേരളത്തിലാണ് പഠിച്ചത്, അതുപോലെ വർക്ക് ചെയ്തത് കർണാടകയിലാണ്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതിനുശേഷം പിന്നെ UK വന്ന് ഇവിടെയാണ് കേട്ടോ വർക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ കയറുമ്പം നമുക്ക് തോന്നുന്ന ചില വ്യത്യാസങ്ങളുണ്ടല്ലോ. അതിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തെടുത്ത് ICUലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്കറിയാം ICUവിൽ 1:1 അല്ലെങ്കിൽ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 1:2 ആണ് നമുക്ക് നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ വരുന്നത്. അത് നമുക്ക് ചില സമയത്ത് 1:4, 1:6 പേഷ്യൻസിന് വരെ വെന്റിലേറ്റർ പേഷ്യൻസിനെ നോക്കേണ്ട അവസ്ഥ നമുക്ക് വരാറുണ്ട്. അത് ചില സമയത്ത് മാത്രമല്ല, മിക്കപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇപ്പം നമ്മൾ അതേ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പം UK വന്നപ്പം ആ ഒരു നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ ഒരു കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പകുതിയല്ല, ഫുള്ള് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ചിലർക്ക് തിരിച്ച് വേറെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ ഇപ്പം ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തപ്പം ചില സമയത്ത് നമ്മൾ 6 പേഷ്യൻസിനൊക്കെ വെന്റിലേറ്റർ പേഷ്യൻസിനെ നോക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ പ്രോപ്പർ കെയർ കൊടുക്കാൻ വരെ പറ്റാറില്ല. അപ്പം നമ്മൾ സത്യമായിട്ടും പേഷ്യൻസിൻ്റെ കെയർ അവിടെ നന്നായിട്ട് കോംപ്രമൈസ് ആവുന്നുണ്ട്. പക്ഷേ പിന്നെ ഇപ്പം പ്രൈവറ്റ് സെക്ടറിലെ ഹോസ്പിറ്റലിനൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവർ പേഷ്യൻ്റ് കെയർ എന്നൊക്കെ NHS അല്ലല്ലോ NABH അക്രഡിറ്റഡ് ആവും. അപ്പം അവർ പേഷ്യൻ്റ് കെയർ ആയിരിക്കും മുൻപന്തിയിൽ വെക്കുന്നത്. പക്ഷേ പേഷ്യൻ്റ് കെയർ ഒന്നും അല്ല അവിടെ വരുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അവരുടെ ബില്ലാണ് അവർ മെയിനായിട്ട് നോക്കുന്നതല്ലോ. അല്ലാണ്ട് ഇപ്പോൾ പേഷ്യൻ്റ് കെയർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നേഴ്സസിനെ കറക്റ്റായിട്ട് അവിടെ വെക്കും. ഇപ്പം ഒരു ഷിഫ്റ്റിൽ ഒരു 12 ബെഡുള്ള ഒരു ICUവിൽ 4 സ്റ്റാഫിനെ അല്ലല്ലോ സത്യം പറഞ്ഞു തരേണ്ടത്. 12 എന്ന് പറയുമ്പോൾ കറക്റ്റ് 6 സ്റ്റാഫിനെ ഇടണം. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്തപ്പം. അപ്പം നമുക്ക് സത്യമായിട്ടും നമുക്ക് ചില സമയത്ത് നമുക്ക് തന്നെ മനസ്സിൽ നമുക്ക് പ്രോപ്പർ കെയർ കൊടുക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് തന്നെ മനസ്സിലൊരു വിഷമം വരാറുണ്ട്. ചില സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരിത്. സത്യം പറഞ്ഞാൽ നമ്മളെയും മെൻ്റലി ഡൗൺ ആക്കുവാണ്. അതേസമയം നമ്മൾ പേഷ്യൻസിനും ഒരു പ്രോപ്പർ കെയർ എത്താത്തതിൻ്റെ ഒരു പ്രശ്നം അവിടെ വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം അതേസമയം ഇവിടെയാണെങ്കിൽ ഇപ്പം മിക്ക വാർഡുകളിലും തന്നെ ഇപ്പം ഇനി അഥവാ പേഷ്യൻ്റ് സിക്കാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ പേഷ്യൻ്റ് അല്ല, ഒരു സ്റ്റാഫ് സിക്കാണെങ്കിൽ തന്നെ വേറെ വാർഡിൽ നിന്ന് പുള്ളോട്ട് വന്നിട്ടാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. എനിക്കത് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് ഇപ്പം ഒരു വാർഡിലാണെങ്കിൽ 9 പേഷ്യൻ്റ്, ഒരു സ്റ്റാഫിന് 9 പേഷ്യൻ്റ്, 10 പേഷ്യൻ്റ് അങ്ങനെയൊക്കെയാണ് തരാറ്. ഇപ്പം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ കൂടുതലുള്ളൂ. പിന്നെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത്, ഇപ്പം ഇവിടുത്തെ ഇപ്പോൾ ഒരു 9 പേഷ്യൻ്റ് 10 പേഷ്യൻ്റ് ഒരു വാർഡിൽ തരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഇപ്പം മെഡിസിൻ കൊടുക്കുക, ഇപ്പോൾ ഡ്രസ്സിങ് ചെയ്യുക, അല്ലാതെയുള്ള ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കെയറുകൾ, അതായത് ഇപ്പം ഡ്രസ്സിങ്, മെഡിസിൻ കൊടുക്കുന്നു, ഇപ്പം മോർണിംഗ് ടാബ്ലറ്റ്സ്, അതല്ലാതെ അവരുടെ പേഴ്സണൽ കെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതല്ലാതെ നമുക്കൊരു ബാൻഡ് 6 നേഴ്സ് ഉണ്ട്. ബാൻഡ് 6 നേഴ്സ് ആയിരിക്കും ഇപ്പം അല്ലാതെയുള്ള അഡ്മിഷൻ, ഡിസ്ചാർജ്, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും ഉള്ള റെഫറൽസ്, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ കൂടെ നിൽക്കുക, അതൊക്കെ ഇപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ അതിന് കൂടെ നിൽക്കാനൊക്കെ ഒരു ബാൻഡ് 6 നേഴ്സ് ഉണ്ടാവും. അത് മാത്രമല്ലാതെ പേഷ്യൻസിന് ഫുഡ് കൊടുക്കാനും, അതുപോലെ തന്നെ ഇപ്പം അവർക്ക് ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ അവർക്ക് അസിസ്റ്റൻസ് വേണം, അവർക്ക് വാഷ് കൊടുക്കണം, ബാത്ത് കൊടുക്കണമെങ്കിൽ അതിനൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റും ഉണ്ടാവും. അപ്പം ഒരു ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം 3 പേരുണ്ട്. ഇനിയിപ്പോൾ അതല്ല, നമുക്ക് ഒരു 14 പേഷ്യൻറ്റിനെ കിട്ടുവാണെങ്കിലും നമുക്ക് അത്യാവശ്യം അവരുടെ പേഷ്യൻസിൻ്റെ കെയർ നമുക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില വാർഡുകളിൽ ഓഫ് കോഴ്സ് നല്ല ബിസിയുള്ള വാർഡുകളും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ നാട്ടിലൊക്കെ സഫർ ചെയ്യുന്നത് പോലെ അത്രയും സഫർ ചെയ്യേണ്ടി വരുന്നില്ല. കാരണം ഇവിടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പം ഞാൻ പറഞ്ഞ ഒരു ബാൻഡ് 6 ഉണ്ട്, ഒരു ബാൻഡ് 5 നേഴ്സ് ഉണ്ട്, അതല്ലാതെ ഇപ്പം നമ്മുടെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസും ഉണ്ട്. ഇത് കൂടാതെ ക്ലീനിങ് സ്റ്റാഫുകൾ വേറെയുണ്ട്. പിന്നെ ഇപ്പോൾ ബ്ലഡ് എടുക്കാനാണെങ്കിൽ ഫ്ലബോട്ടമിസ്റ്റ് വേറെയുണ്ട്. പക്ഷെ നാട്ടിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത്
നമ്മളാണ് ചില സമയത്ത് ക്ലീൻ ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് മറ്റേ വാഷ് കൊടുക്കുന്നത്, നമ്മൾ തന്നെയാണ് മെഡിസിൻ കൊടുക്കുന്നത്, നമ്മൾ തന്നെയാണ് ഡോക്ടേഴ്സിൻ്റെ കൂടെ പോകുന്നത്, നമ്മൾ തന്നെയാണ് ബ്ലഡ് എടുക്കുന്നത്. ചില സമയത്ത് സ്റ്റെറൈൽ ടെക്നീഷ്യൻ്റെ പണി വരെ നമ്മൾ ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യുന്നത്. ഇപ്പം അതിനിപ്പം അന്നേരം നമ്മൾ സത്യം പറഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മെൻ്റൽ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊന്നും അല്ല കേട്ടോ. നമുക്ക് ചില സമയത്ത് ഇപ്പോൾ ഈ നൈറ്റ് ഡ്യൂട്ടി എല്ലാം ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ ബെഡിലോട്ട് ചെന്ന് ഇങ്ങനെ വീഴുവാണ്, വേറെ ഒന്നിനും പിന്നെ സമയമില്ല. പിന്നെ അത് കഴിഞ്ഞ് 5 മണിക്ക് എണീക്കുന്നു, എന്തെങ്കിലും തിന്നുന്നു, വരുന്നു. ആ ഒരു അവസ്ഥയൊക്കെയായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. അതെനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാട്ടിലെ വർക്ക് ഭയങ്കര ഒരു ട്രോമയാണ്. അതായത് എസ്പെഷ്യലി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എനിക്ക് അതിനുശേഷം എനിക്ക് ഇവിടെ വന്നിട്ട് പോലും എനിക്ക് നൈറ്റ് ഡ്യൂട്ടി എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ. എല്ലാവർക്കും നൈറ്റ് ഡ്യൂട്ടി ഒരു ഇതായിരിക്കും, പക്ഷേ ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്കിപ്പോൾ അവിടെ ചെയ്തതിനെ വെച്ച് ആ ഒരു ഇത് തന്നെയാണ് എനിക്കിപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞങ്ങൾക്ക് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു ഓഫ് ഉണ്ടാവും, 6 days ആയിരിക്കും വർക്ക്, അതിൻ്റെ ഇടയിൽ ഒരു ഓഫ് ഉണ്ടാവും. അപ്പം നൈറ്റ് ഡ്യൂട്ടി വരുമ്പം ചില സമയത്ത് ഒരു ടീമിൽ ചിലപ്പോൾ 4 പേരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം 4 പേരിൽ ഓരോരുത്തർ റൊട്ടേഷൻ വെച്ച് ഓഫ് എടുക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ സാറ്റർഡേ നൈറ്റ് കഴിഞ്ഞിട്ട് സൺഡേ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് കയറേണ്ടി വരും. അതായത് ആ ഒരു 6 hours മാത്രമേ നമുക്ക് ഗ്യാപ്പ് വരുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ. അതൊക്കെ വെച്ചേക്കും ഇവിടെ നോക്കുമ്പം പ്രോപ്പറായിട്ട് ഒരു ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ 12 hours നമുക്ക് റെസ്റ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു 2 ലോങ് ഡേ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ലോങ് ഡേ നമുക്ക് ഒന്നിച്ച് തന്നാൽ തന്നെ ഇപ്പോൾ ഒരു 3 ലോങ് നൈറ്റ് ഒക്കെ കഴിഞ്ഞാൽ അടുത്തത് ലോങ് ഡേ തരില്ല. അങ്ങനെയൊന്നും അവർ തരില്ല കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് റെസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നൈറ്റ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യരുത് എന്ന് നമുക്ക് ഓൾറെഡി അവരുടെ നോട്ടീസ് ഉണ്ടാവും. നമുക്ക് നാട്ടിൽ അങ്ങനെയല്ല. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ട് നമ്മുടെ CP കോഴ്സസിന് വേണ്ടിയിട്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഉറക്കം തൂങ്ങി നമ്മൾ ഇരിക്കും. ഇരുന്നില്ലെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. അത് ആ ഒരു ഇതെനിക്ക് ഭയങ്കരമായിട്ടൊരു വ്യത്യാസം തോന്നിയിട്ട് നമ്മളിപ്പോൾ നാട്ടിൽ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് CP കോഴ്സസൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് IP മറ്റേ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെയൊക്കെ ക്ലാസ്സിന് വേണ്ടി പോയിരിക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മ. ചില സമയത്ത് ക്ലാസ് തുടങ്ങുന്നത് 9 മണിക്കായിരിക്കും. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി നമ്മൾ ഹാൻഡ് ഓവർ ചിലപ്പോൾ ഒരു 7:30 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ സമയം വരെ 9 മണി വരെയൊക്കെ ഇങ്ങനെ ഇരിക്കണം, ആ ക്ലാസ് കഴിയുന്നത് നോക്കി. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു മേജറായിട്ട് എനിക്ക് തോന്നിയ ഡിഫറൻസ് ആണ്. ഇനി വേറൊരു കാര്യം എനിക്ക് മെയിനായിട്ട് തോന്നിയത്, നമുക്ക് ഒരു ടീമാണ് നമ്മളിവിടെ. ഞാൻ മുന്നേ പറഞ്ഞത് നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടീമിൽ ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ Band 6 ഉണ്ട്, Band 5 ഉണ്ട്, ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ഉണ്ട്, ഇപ്പോൾ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലബോട്ടമിസ്റ്റ്, ഡോക്ടർ, ഫിസിയോതെറാപ്പിസ്റ്റ്, ഇവരെല്ലാം ഒരു ടീമാണ്. ന്യൂട്രീഷനിസ്റ്റ്. അവിടെ ഒരു ഹയറാർക്കി പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഡോക്ടർ വരുമ്പോഴത്തേക്ക് സാർ അല്ലെങ്കിൽ സാർ വരുമ്പോഴത്തേക്ക് പേടിച്ച് വരച്ച് നിൽക്കുക, ആ ഒരു ഇതിവിടെ ഇല്ല കേട്ടോ. നമുക്ക് അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണല്ലോ, അങ്ങനെ ഒരു ഇതാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ആ ഒരു ഹയറാർക്കി ഇല്ല. ഡോക്ടർ വരുമ്പോഴത്തേക്കും ഡോക്ടർ വന്ന് നേഴ്സിനെ പേടിപ്പിക്കുന്നു, അങ്ങനെയുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. സത്യം പറയാൻ ക്ലീനിങ് സ്റ്റാഫ് വരെ നാട്ടിൽ നേഴ്സുമാരെ പേടിപ്പിക്കാറുണ്ട്. ഇപ്പം നമ്മൾ പേഷ്യൻസിൻ്റെ കേൾക്കണം, ഡോക്ടർമാരുടെ കേൾക്കണം, ഇൻചാർജിൻ്റെ കേൾക്കണം, എല്ലാവരുടെയും തെറിയും വഴക്കം കേൾക്കാനുള്ളൊരു ആളാണല്ലോ നേഴ്സ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. ഇവിടെ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ചിലവർ ഒരു 100% എടുക്കുവാണെങ്കിൽ അതിൽ 80% ആ ഒരു നമുക്ക് റെസ്പെക്റ്റ് തരുന്നവരുണ്ട്. അതിൽ ചിലപ്പോൾ ഒരു 20% മാത്രമേ ഉണ്ടാവുള്ളൂ കുറച്ചൊരു ഇത് ഹയറാർക്കി ഇത് കാണിക്കുന്നവർ. ബാക്കി എല്ലാവരും തന്നെ ഒരു ടീമായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ടീമിലിപ്പം ഫിസിയോതെറാപ്പിസ്റ്റും ഡോക്ടേഴ്സും എല്ലാം അടങ്ങുന്ന ഒരു ടീമായിട്ട് പേഷ്യൻ്റ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുന്ന ഒരു ഇതാണ്. അല്ലാതെ ഇപ്പോൾ ഡോക്ടർ വന്ന് പറയുന്നു അത് കേൾക്കാനുള്ള ആളാണ് നേഴ്സ്, അങ്ങനെ ഒരു ഇത് എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഒന്ന് നമ്മുടെ ഇപ്പോൾ ലീവിൻ്റെ ഒക്കെ കാര്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ ലീവൊക്കെ എടുക്കുവാണെങ്കിൽ ഇപ്പം നാട്ടിലാണെങ്കിൽ തന്നെ നമുക്കൊരു CL എന്നാണ് അവിടെ പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഞാൻ മറന്നുപോയി. CL ആണ് നമ്മുടെ ലീവ്. അപ്പം നമ്മൾ CL എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരുടെ കാല് പിടിക്കണം. അവിടെ എന്തോ അവർ ഔദാര്യം തരുന്ന ഒരു ഇതായിരുന്നു നമ്മൾ CLയോട്. ചില സമയം എനിക്ക് ഓർക്കുന്നുണ്ട്, നമ്മൾ ഈ കല്യാണ സമയത്തും ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സ്വന്തം കല്യാണമാണെങ്കിൽ തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പുറകെ നടന്ന് എനിക്ക് ലീവ് വേണമായിരുന്നു അങ്ങനെ ഇങ്ങനെ ചോദിച്ച് നിൽക്കണം. അതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് കേട്ടോ ആ ഒരു കാര്യം. അതേസമയം അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ഇത് തോന്നിയിട്ടില്ല. അത് നമ്മുടെ അവകാശമായിട്ടുള്ളൊരിതാണ് നമ്മുടെ ലീവുകൾ. അതേപോലെ നാട്ടിലിപ്പോൾ ഒരു സിക്ക് ലീവ്, എനിക്ക് നാട്ടിൽ സിക്ക് ലീവ് എടുത്തതായിട്ടേ ഓർമ്മയില്ല. ഒരു ലീവ് ഞാൻ എടുത്തത് എനിക്ക് ചിക്കൻ പോക്സ് വന്നപ്പോഴാണ്. അതല്ലാതെ നാട്ടിൽ എത്ര വയ്യാണ്ട് കിടന്നാലും വയ്യെങ്കിലും നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരവസ്ഥയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് മറ്റേണിറ്റി ലീവ് ആണെങ്കിൽ തന്നെ നമുക്ക് 9 months വരെ, അതൊരു കുഞ്ഞിന് 9 months ആവുന്നത് വരെ നമുക്ക് വിത്ത് പേ നമുക്ക് ലീവുണ്ട്. വിത്ത് പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് അല്ല,
നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ പേ നമുക്ക് ഈക്വലായിട്ട് 9 മന്തിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് മന്ത് ഇത്ര പെർസെൻറ്റേജ്, അതിനുശേഷം ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് കിട്ടും കേട്ടോ. എന്താണെങ്കിലും ഒരു പേ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം 9 മന്ത്സ് വരെ എന്ന് പറഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് 1 ഇയർ വരെ എടുക്കാം, പക്ഷേ ലാസ്റ്റ് ഒരു 3 മന്ത് സാലറി ഉണ്ടാവില്ല, അങ്ങനെയുണ്ട് കേട്ടോ. അപ്പം ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഒരു 9 മന്ത്സ് നമുക്ക് ആ ഒരു മറ്റേണിറ്റി ലീവ് കിട്ടുന്നുണ്ട്, നമുക്ക് സിക്ക് ലീവ് ഉണ്ട്, നമ്മുടെ ആനുവൽ ലീവ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ആരെങ്കിലും പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ട് നമുക്ക് കമ്പാഷനേറ്റ് ലീവ് ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വർക്കിൽ കൂടുതൽ സ്ട്രെസ്സാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് സ്ട്രെസ്സായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് ലീവുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ലീവുകൾ ഇവിടെ ഉണ്ട്, അതെല്ലാം നമ്മുടെ അവകാശമാണ്. അത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. ഇപ്പം അതുപോലെ നമുക്ക് ഡ്യൂട്ടി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് നാട്ടിൽ ഞങ്ങൾക്ക് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂലായിരുന്നു. നമുക്ക് ഇങ്ങനെ ഓരോരോ ലീവ് ഇതങ്ങനെ തരുമോ, അതിൻ്റെ ഇടയിൽ പോയി നമ്മൾ കാല് പിടിച്ച് ലീവൊക്കെ ചോദിച്ച് മേടിക്കലായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ 3 മന്ത്സ് 3 അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം നിലവിൽ ഞങ്ങളുടെ നവംബറിൽ വരെയുള്ള ലീവ് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിടാം. അപ്പം അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ചൈൽഡ് കെയർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ചില വാർഡുകളിലൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. ഇപ്പം ചിലയിടത്ത് നമ്മുടെ മാനേജറിന് ഇതൊക്കെ അനുസരിച്ചിരിക്കും, പക്ഷേ മിക്ക വാർഡുകളിലും തന്നെ നമ്മൾ ചൈൽഡ് കെയർ ഇഷ്യൂ പറയുവാണെങ്കിൽ നമുക്ക് ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനെയുള്ള കുറച്ച് നല്ല രീതികൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, നമ്മളിവിടെ ഒരു പേഷ്യൻ്റ് ഓട്ടോണോമി, അതായത് നമുക്ക് പേഷ്യൻസിൻ്റെ തീരുമാനത്തിന് ഇവിടെ ഭയങ്കര വാല്യൂ ആണ്. ഇപ്പം അവരാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ് കാര്യം തീരുമാനിക്കുന്നത്. ഇപ്പം ചില ടൈമിൽ എനിക്ക് നാട്ടിലൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ തന്നെയാണ്, നമ്മളെന്നല്ല ഇപ്പോൾ ഒരു ഡോക്ടർ തീരുമാനിക്കുന്നു നിങ്ങൾക്ക് ഇതാണെന്ന് പറഞ്ഞ്. ഇപ്പം ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇപ്പോൾ ഒരു മെഡിസിൻ നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാലും അവർ ആ മെഡിസിൻ ഇപ്പം എനിക്ക് ഈ മെഡിസിൻ വേണ്ടാന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ അത് ഫോഴ്സ്ഫുള്ളി നമുക്ക് അവർക്ക് അത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ചില സമയത്ത് ഇന്ന സർജറിയാണ് നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞാലും പേഷ്യൻറ്റിന് ചിലപ്പം അത് റെഫ്യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ അത് എത്രത്തോളം അവിടെ ഒരു പ്രാവർത്തികമായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതായത് പേഷ്യൻസിന് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവർക്ക് കറക്റ്റായിട്ട് അറിയാം, അവരാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇപ്പം നേഴ്സസിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നമ്മൾക്ക് ആ ഒരു പേഷ്യൻ്റ് കെയറിൽ നല്ലൊരു റോളുണ്ട്. അപ്പോൾ അത് കെയർ പ്ലാൻ ചെയ്യാനായിട്ടാണെങ്കിലും ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഡോക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ഇപ്പം ചിലതാണെങ്കിൽ നമുക്ക് ഇന്നത് തോന്നുന്നു, അല്ലെങ്കിൽ പേഷ്യൻസിന് ഇങ്ങനെ ഒരു ഇഷ്യൂ തോന്നുന്നുണ്ടെന്ന് നമുക്ക് തന്നെ അത് എസ്കലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റേതാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് ഇവിടെ തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. നാട്ടിൽ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും ഡോക്യുമെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കാര്യം അത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുക. പിന്നെ വേറൊരു വലിയ വ്യത്യാസം നമ്മൾ പറയേണ്ട സാലറിയാണ് കേട്ടോ. നമ്മൾ ഇപ്പം നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി അറിയാമല്ലോ. ഇപ്പം നാട്ടിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാലറിയുടെ പേരിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ചില സമയത്ത് അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫിന് കിട്ടുന്ന അത്ര സാലറി പോലും ഇത്രയും വർഷം പ്രൊഫഷണലായിട്ട് പഠിച്ച് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി കയറുന്ന ഒരു നേഴ്സിന് കിട്ടുന്നില്ല. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ മച്ച് ബെറ്റർ ആണ് കേട്ടോ. അതായത് നമ്മൾ അർഹിക്കുന്ന ഒരു സാലറി, അർഹിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കമ്പയറിങ് ടു നാട്ടിലെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബെറ്റർ സാലറി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ്. അതായത് ഇവിടുത്തെ എക്സ്പെൻസസ് നമുക്ക് ഈ സാലറി കിട്ടുന്നതനുസരിച്ച് തന്നെ അങ്ങനെ തന്നെ പോകുന്നുമുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഇപ്പോൾ ഒരു വീക്കെൻഡ് ഡ്യൂട്ടി ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എനിക്ക് ആ ഒരു 12 hour ഷിഫ്റ്റാണ്, ഞാൻ ആ 12 hour കഴിഞ്ഞ് ഞാനൊരു 15 minutes എക്സ്ട്രാ നിൽക്കുവാണെങ്കിൽ എനിക്ക് ആ 15 minutesന് എനിക്ക് ഓവർ പേ, അതായത് ഞാൻ ഓവർ ടൈം ചെയ്തതിൻ്റെ പേ എനിക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒരു നല്ല കാര്യം. അതൊന്നും നാട്ടിൽ കിട്ടത്തില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഓവർ ടൈം എത്ര ചെയ്തിട്ടുണ്ട്, 2 മണിക്കൂർ ചെയ്താലും 3 മണിക്കൂർ ചെയ്താലും എനിക്ക് അവിടെ കിട്ടിയിട്ടില്ല ഓവർ ടൈമിൻ്റെ സാലറി ഒന്നും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ഓവർ ടൈം പേ എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ തന്നെ ഇപ്പോൾ ചില സമയത്ത് നമുക്ക് 12 hour ഷിഫ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 10 minutes 15 minutes നമ്മൾ എക്സ്ട്രാ നിൽക്കേണ്ടി വന്നാൽ നമുക്ക് അതിൻ്റെ സാലറി കിട്ടുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് 30% സംതിങ്, 30 അല്ല കേട്ടോ, കൂടുതൽ കിട്ടുന്നുണ്ട് എത്രയോ. അപ്പോൾ അതിൻ്റെയൊക്കെ അലവൻസുകളുണ്ട്. അപ്പം അതൊക്കെ ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ അതിനും എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഓവർ ടൈം മീൻസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 12 hour കഴിഞ്ഞ് 15 minute അല്ല, അതല്ലാതെ തന്നെ നമ്മൾ കുറച്ചധികം വർക്ക് ചെയ്യുവാണ്. ഇപ്പം നമ്മളിപ്പം ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണല്ലോ ഇവിടെ വർക്കുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഫ്രീ ആണ്. ഇപ്പം ഞാൻ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ വർക്ക് ചെയ്തു, എനിക്കിപ്പോൾ സാറ്റർഡേ ഞാൻ ഫ്രീ ആണ്. അന്നൊരു ഏതെങ്കിലും ഒരു വാർഡിലൊരു ഷിഫ്റ്റ് വേക്കൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വേക്കൻ്റ് ആണെങ്കിൽ അത് ഇവർ ബാങ്കിലോട്ട് ഇടും, അതായത് എക്സ്ട്രാ വർക്കായിട്ട് ഇവിടെ ഇടും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ അത് പിക്ക് ചെയ്ത് നമുക്ക് അതിന് വേണ്ടി പോവാം.
അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനുണ്ട്. നാട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു വർക്ക് കിട്ടാൻ തന്നെ ആരും പോവില്ല, കാരണം അവിടെ എക്സ്ട്രാ സാലറി ഇല്ല. ഇവിടെ അങ്ങനെ പോകുന്നതിന് എക്സ്ട്രാ നമുക്ക് സാലറി കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ വില്ലിങ് ആണ് പോവാൻ. അതായത് അവരുടെ വർക്ക് അവേഴ്സ് കഴിഞ്ഞെങ്കിൽ തന്നെയും അവരങ്ങനെ ഒരു ഇതിന് പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ വില്ലിങ് ആണ്, കാരണം അവർക്കൊരു സാലറി കിട്ടുന്നുണ്ട്. അതാണ് വേറൊരു വ്യത്യാസം കേട്ടോ. ഇനി അടുത്തൊരു പോയിന്റ് പറയേണ്ടത് നമുക്ക് നഴ്സസിന് കിട്ടുന്ന റെസ്പെക്റ്റ് ആണ്. നാട്ടിൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് നമുക്കറിയാം. നമുക്കിപ്പോൾ കോവിഡ് വരുമ്പോഴും അല്ലെങ്കിൽ നിപ്പ പോലെയുള്ള വലിയ വലിയ മഹാവ്യാധികൾ വന്നു കഴിയുമ്പം നഴ്സസിനെ മാലാഖമാരായിട്ടും അങ്ങനെയൊക്കെ അവരെയൊക്കെ കണക്കാക്കും. അതല്ലാതെ വേറൊരു ടൈമിൽ പോലും ഈ ഒരു സാലറിയുടെ പ്രശ്നം വരുമ്പോൾ പോലും ഒരു പരിഗണനയൊന്നും ഈ നഴ്സസിന് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേസമയം ഇവിടെ നഴ്സിംഗ് എന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പ്രൊഫഷനാണ്. ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ വന്നു കോവിഡിൻ്റെ ആ ഒരു ടൈമിലൊക്കെയാണ് വന്നത്. അപ്പോഴാണെങ്കിൽ തന്നെയും ഈ NHS വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു NHS നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് സെക്ടർ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു റെസ്പെക്റ്റ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്താണെങ്കിലും വളരെ വിരളമായിട്ട് മാത്രമേ ഇവിടെ അഗ്രസീവായിട്ടുള്ള പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അഗ്രസീവായിട്ടുള്ള പേഷ്യൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, റേസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതെല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ കമ്പയറിങ് ടു നമ്മൾ നാട്ടിലെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ വളരെ നല്ലൊരു പ്രൊഫഷനായിട്ടാണ് ഇവർ, അല്ലെങ്കിൽ നല്ലൊരു റെസ്പെക്റ്റ് കിട്ടുന്ന ഒരു പ്രൊഫഷനാണ് നഴ്സിംഗ് ഇവിടെ. അവിടെ നാട്ടിൽ എനിക്ക് ചില സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് നഴ്സസ് എന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നാളായിട്ട് നഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദേശത്ത് പോകുന്നതുകൊണ്ട് കുറേ കാശുണ്ടാക്കുന്ന പറഞ്ഞാൽ നഴ്സസിന് നല്ല ഡിമാൻഡാണ്. പക്ഷേ ഒരു കാലം മുമ്പ് വരെ നഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു മോശം ആൾക്കാരായിട്ട് കാണുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഫാർ ബെറ്റർ ആണെന്നാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ കരിയർ പ്രോഗ്രഷനും ഇവിടെ നല്ല നല്ല ചാൻസസ് ഉണ്ട്. ഇപ്പം നമ്മളൊരു നല്ല ഡിപ്പാർട്ട്മെൻറ്റിലാണ്, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ അനുസരിച്ചിരിക്കും. എന്നാലും നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് കരിയർ പ്രോഗ്രഷന് നല്ലൊരു ചാൻസ് ഇവിടെ UK ഉള്ളതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം പറയുന്നതെല്ലാം തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു സാലറിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ലീവുകളുടെ കാര്യമാണെങ്കിലും ഇപ്പം നമുക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ ലീവൊക്കെ നമുക്ക് ഈ സിക്ക് ലീവ് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ വന്നു കഴിയുമ്പം ഇപ്പം നമുക്ക് ഇതൊന്നും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിക്ക് ലീവൊക്കെ എടുത്ത് വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു കുത്തലൊക്കെ ആയിരിക്കും. എൻ്റെ ദൈവമേ ഞാൻ സിക്ക് എടുത്തിരിക്കുന്നത്, കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കുത്തലുണ്ടാവും. നമുക്ക് ശരിക്കും സിക്കാണെങ്കിൽ തന്നെ നമുക്കൊരു ടെൻഷനായിരിക്കും, അയ്യോ വാർഡിൽ ഇപ്പോൾ സ്റ്റാഫ് ഉണ്ടാവില്ലല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാന്ന് വെച്ചിട്ട് ആ ഒരു വാർഡ് നിന്ന് പോകാനൊന്നുമില്ല. അവർ വേറെ എവിടെ നിന്നെങ്കിലാണെങ്കിലും സ്റ്റാഫിനെ കൊണ്ടുവന്ന് വാർഡിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സിക്കാണെങ്കിൽ സിക്ക് ലീവ് എടുക്കുക, അല്ലാതെ ഞാൻ സിക്കാണല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ആദ്യം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കാരണം സിക്ക് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. ഞാൻ എന്നിട്ട് വാർഡിൽ അവരെന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. കാരണം നമുക്കൊരു ഇതാണല്ലോ, മനസ്സിലൊരു ടെൻഷനാണ് ഇങ്ങനെ സിക്ക് എടുക്കാൻ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വാർഡിലെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ അവർക്ക് വയ്യായിക വരുമ്പോൾ അവരെടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്കും എടുക്കാം. കാരണം ഇതെല്ലാം നമ്മുടെ അവകാശമാണ്. കാരണം നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നപ്പോൾ അവരോടൊക്കെ കെഞ്ചിയും ചോദിച്ചും ഒക്കെ നമുക്കിതൊരു നമ്മളൊരു ഔദാര്യം പോലെ ആ ഒരു ഫീലിംഗ് ആയി എൻ്റെ മനസ്സിൽ. അതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്, എനിക്ക് മറ്റുള്ളവരുടെ അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മേജറായിട്ട് തോന്നിയ കുറച്ച് ഡിഫറൻസസ്, നമ്മുടെ ആ ഒരു വർക്കിംഗ് കൾച്ചറും അതുപോലെ തന്നെ ഒരു ഷിഫ്റ്റ് പാറ്റേൺ. ഇപ്പം നാട്ടിൽ പല ഷിഫ്റ്റുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാൻ വർക്ക് ചെയ്തത് 6 hours ഷിഫ്റ്റ് ആയിരുന്നു. ഇപ്പം 6 ദിവസം ഒരാഴ്ച വർക്ക് ചെയ്യണതിൽ ഒരു ദിവസം ലീവ് ഉണ്ടാകും. പക്ഷേ ആ ഒരു ദിവസം ലീവ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ 6 മണിക്കൂർ വർക്ക് എന്ന് പറഞ്ഞാലും നമ്മൾ ഹാൻഡ് ഓവർ എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ 8 മണിക്കൂറൊക്കെ ആവും. അറിയാലോ നാട്ടിലെ ഹാൻഡ് ഓവർ രീതിയൊക്കെ. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഹാൻഡ് ഓവറിന് അരമണിക്കൂർ മുമ്പേ ആയിരിക്കും ചിലപ്പോൾ ഒരു പേഷ്യനെ കൊണ്ടുവരുന്നത്. അതിനൊരു ബ്ലഡ് എടുക്കാൻ ചിലപ്പം ഓർഡർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കാതെ പോകാൻ പറ്റില്ല. അടുത്തയാൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് പറ്റില്ല. അതേസമയം ഇവിടെ നമ്മളൊരു ഹാൻഡ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടിന്യൂവേഷൻ ഓഫ് കെയർ അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഓഫ് കെയർ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ ഹാൻഡ് ഓവർ കൊടുത്തു കഴിയുമ്പോൾ അടുത്തയാൾ വന്നിരിക്കുന്നത് ആ ഒരു കെയർ കണ്ടിന്യൂ ചെയ്യാനാണ്. അല്ലാതെ ഇപ്പം എൻ്റെ സമയത്താണ് ആ ബ്ലഡ് ഓർഡർ കിട്ടിയതെന്നും പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ സമയത്തായിരുന്നു ഇപ്പം ആ ഒരു ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടി ഓർഡർ തന്നിരുന്നതിനും വെച്ചിട്ട് അത് ഞാൻ തന്നെ ചെയ്തിട്ട് പോയി അതായത് ഞാൻ തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ചില സമയത്ത് നമുക്ക് തിരക്കായിരിക്കും. ആ തിരക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ
കെയർ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. ചില സമയത്ത് നമ്മൾ നാട്ടിലേക്ക് ഹാൻഡ് ഓവർ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് നമ്മൾ പ്രാഗിയായിരിക്കും പോകുന്നത് നമ്മൾ ഹാൻഡ് ഓവർ കൊടുത്തയാളെ. കാരണം ചിലപ്പോൾ നമ്മൾ തിരക്കായിട്ട് നെട്ടോട്ട് ഓടുമായിരിക്കും. ഈ ഒരു വെന്റിലേറ്റർ പേഷ്യൻ്റ് ചിലപ്പോൾ അവിടെ അറസ്റ്റും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഇവിടെ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വലിയ ഇഷ്യൂ ആക്കി നീ അത് ചെയ്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്ന അതൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അതൊന്നും ഇവിടെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്നിപ്പോൾ ഹാൻഡ് ഓവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട്. അല്ലാതെ നീ അത് ചെയ്തിട്ട് പോയാൽ മതി എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് UK ആൻഡ് കേരള അല്ലെങ്കിൽ UK നാട് തമ്മിലുള്ള ഡിഫറൻസ് തോന്നിയത്. നാട്ടിലെന്ന് വെച്ചാൽ എല്ലാം മോശമാണ് എന്നൊന്നും അല്ല, ചില നല്ല ഹോസ്പിറ്റലുകളും ഉണ്ടാകും. പക്ഷേ എൻ്റെ അഭിപ്രായം, ഞാൻ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് എനിക്കിപ്പോൾ ആ ഒരു സ്ഥലവും ഞാൻ വർക്ക് ചെയ്തതൊന്നും ഇഷ്ടമില്ല എന്നല്ല കേട്ടോ. എനിക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അവിടുത്തെ ഒരു രീതി, അതായത് അത് ഇപ്പം നമ്മുടെ അവിടുത്തെ മാനേജറിൻ്റെ ഇതൊന്നും പ്രശ്നമായിരിക്കില്ല. ചിലപ്പം അവരുടെ ഹയർ അതോറിറ്റി എന്ത് പറയുന്നു അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇപ്പം ഒന്ന് റിസൈൻ ചെയ്യണമെങ്കിൽ വരെ എന്തൊരു കഷ്ടപ്പാടാണെന്ന് അറിയാവോ. ഒരു മാസം ഇത്ര പേർക്ക് റിസൈൻ ചെയ്യാൻ പാടുള്ളൂ, അതിനുശേഷം റിസൈൻ. അത് നമ്മൾ ആര് ചാവാൻ കിടന്നാലും എന്ത് പറ്റിയാലും ഒന്നും അവർക്ക് അതൊരു വിഷയമല്ല. ഒരാൾ PSC ജോബ് കിട്ടിയിട്ട് അതിൻ്റെ പേര് ആ ജോബ് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വിഷയമല്ല. ഇത്ര നാൾ ടൈം പീരീഡ് ഒന്നുമില്ല. അതായത് സാധാരണ നമുക്ക് ഇത്ര നാൾ മുന്നേ നമ്മുടെ ഇത് പറഞ്ഞ് നമുക്ക് റിസൈൻ ചെയ്ത് പോവാം. അവിടെ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ റിസൈൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് പൈസ കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള രീതികളാണ്. അതേസമയം ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ റിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോവാം. അതല്ലാതെ നിനക്ക് പോകാൻ പറ്റില്ല, ഈ മാസം ഇവിടെ നിന്ന് 2 പേര് പോയി അതുകൊണ്ട് ഇന്ന് നിനക്ക് പോകാൻ പറ്റില്ല എന്നല്ല. അതും ഒരു വാർഡിലെ കാര്യമൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ആ ഒരു എൻ്റയർ ഹോസ്പിറ്റലിൽ ചിലപ്പം, ഞാൻ നാട്ടിലെ കാര്യമാണ് പറയുന്നത്, ഇപ്പോൾ ആ ഒരു എൻ്റയർ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഒരാൾ ഇപ്പോൾ റിസൈൻ ചെയ്യാൻ വേണ്ടി വെച്ചെന്ന് വെച്ചോ, ആ ഒരാൾ അവിടെ റിസൈൻ ചെയ്യാൻ വെച്ചെന്ന് പറഞ്ഞ് പിറ്റേ നമ്മൾ ചോദിച്ചാൽ നമുക്ക് തരില്ല. ഈ മാസം ഒരാൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് ചെയ്യാം. അതേസമയം നമ്മുടെ വാർഡിലേക്കാണെങ്കിൽ നമുക്ക് പിന്നെയും മനസ്സിലാക്കാൻ പറ്റും. നിൻ്റെ വാർഡിൽ നിന്ന് ഈ മാസം ഒരാൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഒരുമിച്ച് ചിലപ്പോൾ 2 പേര് പോയിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ ആവും എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെയും അത് മനസ്സിലാക്കാൻ പറ്റും. ഇത് അങ്ങനെയല്ല. ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാൾ പോകുന്നുണ്ട് അതുകൊണ്ട് നിനക്ക് പോകാൻ പറ്റില്ല, അതോ നീ പോകണമെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് പൈസ തരണം എന്നൊക്കെയുള്ള രീതിയാണ് അവിടെ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കുറേ ഇതിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെയിനായിട്ടുള്ള ഡിഫറൻസസ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.